കണ്ണൂർ പെരളശ്ശേരിയിൽ ബി.ജെ.പി. പ്രവർത്തകയെയും ഭർത്താവിനെയും സിപിഎമ്മുകാർ വീട് കയറി ആക്രമിച്ചു. പെരളശ്ശേരി കക്കൻവളപ്പിൽ റീജയെയും ഭർത്താവിനെയുമാണ് സിപിഎം ഗുണ്ടകൾ മർദ്ദിച്ച് അവശരാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിച്ച് റീജ രണ്ടാമത് എത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് അവിടെ സംഭവിച്ചത്? രോഹിണി, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്കറിയാം, പെരളശ്ശേരി എന്ന് പറയുന്നത് സിപിഎമ്മിന് വലിയ ശക്തിയുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഇത്തവണ ഒട്ടുമിക്ക എല്ലാ വാർഡുകളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ നിർത്തുകയും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളായിരുന്നു റീജ. പെരളശ്ശേരി ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. ആ റീജയെയാണ് ഇപ്പോൾ സിപിഎമ്മുകാർ വീട് കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. റീജയുടെ ഭർത്താവിനെയും സിപിഎം അക്രമികൾ ആക്രമിച്ചിട്ടുണ്ട്. ഈ അക്രമം തടയുന്നതിനിടെ റീജയുടെ കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ വീടിന്റെ ജനൽച്ചില്ലുകളും ഈ വീട്ടിലെത്തിയ അക്രമികൾ അടിച്ചു തകർത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കൈക്ക് പരിക്കേറ്റ റീജ ഇപ്പോൾ തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസിൽ പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഈ വീട്ടുകാർ നിൽക്കുന്നത്. ഈ നമുക്കറിയാം, വലിയ കോലാഹലങ്ങൾ ഉണ്ടായ ഒരു പ്രദേശം, അതായത് തെരഞ്ഞെടുപ്പ് സമയത്തും അതിന് മുൻപേയും ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ് ഈ പെരളശ്ശേരി എന്ന് പറയുന്നത്. അവിടെ ബി.ജെ.പി. ഓഫീസിനായി സ്ഥലം വിട്ടുകൊടുത്തൊരു വയോധികയുടെ വീടിന് നേരെ സിപിഎമ്മുകാർ ബോംബ് എറിയുന്ന സാഹചര്യം മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എന്നതിന്റെ പേരിൽ ശരി മിഥുൻ, ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ബി.ജെ.പി. കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി കൂടി ചേരുന്നുണ്ട്. ശ്രീ ബിജു എളക്കുഴി, കണ്ണൂർ പെരളശ്ശേരിയിൽ ബി.ജെ.പി. പ്രവർത്തകയെയും ഭർത്താവിനെയും സിപിഎമ്മുകാർ വീട് കയറി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായല്ലോ. എന്താണ് അവിടെ ഉണ്ടായത്? രാഷ്ട്രീയമായി ഇത്തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരോട്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എതിർ നിൽക്കുന്ന ചേരികളോട് ഈ രീതിയാണോ സിപിഎം അവലംബിക്കുന്നത്? പെരളശ്ശേരി എന്ന് പറഞ്ഞാൽ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്ര പ്രദേശമാണ്. ആ പെരളശ്ശേരിയിലാണ് ഇന്ന് രാത്രി ബി.ജെ.പിയുടെ പ്രാദേശിക പ്രവർത്തകനും അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള, നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ മത്സരിച്ച ശ്രീജ എന്ന് പറയുന്ന ഭാരവാഹിയെ സിപിഎം വീട്ടിൽ കയറിയിട്ട് മർദ്ദിച്ചത്. കണ്ണൂർ ജില്ലയിൽ സിപിഎം അസഹിഷ്ണുത ഈ കാലഘട്ടത്തിലും തുടരുന്നു എന്നതിന് തെളിവാണ് ഈ സംഭവം. ബി.ജെ.പിക്ക് പൊതുവെ പ്രവർത്തനം കുറഞ്ഞ ഒരു മേഖലയായിരുന്നു പെരളശ്ശേരി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 169 വോട്ട് ആ പെരളശ്ശേരി ടൗണിൽ ബി.ജെ.പിക്ക് ലഭിക്കുകയും ഇതിനു മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് 2020 തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ 30 വോട്ട് മാത്രമായിരുന്നു ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു വോട്ട് വർധനവില് വിറളി പിടിച്ചുകൊണ്ട് സിപിഎം നേരത്തെ പ്രകോപനം ഈ പ്രദേശത്ത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അവിടെ ബി.ജെ.പിയുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഓഫീസിന്റെ ഉദ്ഘാടന തലേ ദിവസം സിപിഎം ആ ഓഫീസ് കെട്ടിടം തന്ന കെട്ടിട ഉടമയുടെ വീട്ടിലേക്ക് ബോംബ് വലിച്ചെറിയുകയും അങ്ങനെ അവിടെ പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റിനെതിരായിട്ട് ഈ തരത്തിൽ വീട് കയറിയിട്ട് ആക്രമണം നടത്തുകയും അവരുടെ വീട്ടിലെ ജനലുകൾ തല്ലിപ്പൊളിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. സിപിഎം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ സംഭവം. സിപിഎമ്മിന്റെ സംസ്ഥാന നേതാക്കന്മാർ എം.പി. ജയരാജന്റെ വീട്ടിനടുത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. സിപിഎമ്മിന്റെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ മേഖലയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ സമാധാനം പുലരാൻ സിപിഎം ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണിത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ഈ ധർമ്മട മണ്ഡലം. ആ മണ്ഡലത്തിലാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പോലും ഈ സംഭവം നേരിട്ട് മുഖ്യമന്ത്രിക്ക് അറിയാവുന്നതാണ്. ഈ മുഖ്യമന്ത്രി പോലും ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കണ്ണൂർ ജില്ലയെ വീണ്ടും മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കണ്ണൂർ ജില്ലയിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്.
അതെ, വളരെ നന്ദി ശ്രീ ബിജു എളക്കുഴി പ്രതികരിച്ചതിന്. കണ്ണൂർ പെരളശ്ശേരിയിൽ BJP പ്രവർത്തകയെയും ഭർത്താവിനെയും CPMകാർ വീട് കയറി ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.